ടിനോസ്പോറ ക്രിസ്പ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അമൃതവള്ളി ചിറ്റമൃതിന്റെ ഇനത്തിലുള്ളതാണ്. പ്രമേഹ രോഗികൾ ഏറെയുള്ള സംസ്ഥാനത്ത് അമൃതവള്ളിയെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന വൈഗയിൽ അമൃതവള്ളി പ്രദർശിപ്പിച്ചിരുന്നു. പ്രമേഹമുള്ളവർ ദിവസത്തിൽ 2 നേരം ഉപയോഗിക്കണമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. യാതൊരു മരുന്നും കഴിക്കാതെ അമൃതവള്ളി മാത്രം ഉപയോഗിച്ച് പ്രമേഹത്തിന്റെ അളവ് 100-ൽ താഴെ എത്തിച്ചതായി യൂസഫ് പറയുന്നു. എനിക്ക് 333 ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ എനിക്ക് നോർമലാണ്. അമൃതവള്ളി 1 ഇഞ്ച് നീളത്തിലെടുത്ത് ചതച്ച് 1 ഗ്ലാസ് പച്ചവെള്ളത്തിൽ രാത്രി ഇട്ടുവെച്ച് 8 മണിക്കൂറിനു ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുമായിരുന്നുവെന്ന് യൂസഫ് പറഞ്ഞു. അമൃതവള്ളിയുടെ കേരളത്തിലെ പ്രചാരകനായ കണ്ണൂർ സ്വദേശി സുധാകരനിൽ നിന്നാണ് 2014-ൽ ചെറിയ വള്ളി വാങ്ങി നട്ടുപിടിപ്പിച്ചത്. വള്ളി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ പരിശോധന നടത്തിയില്ലെങ്കിൽ പ്രമേഹം ക്രമാതീതമായി കുറഞ്ഞേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മലേഷ്യ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഹോങ്കോങ്, ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഏറെ പ്രചാരമുള്ളത്. 2008-ൽ തായ്ലൻഡ് സർവകലാശാല 2 പേർക്ക് അമൃതവള്ളി പേറ്റന്റ് നൽകിയിട്ടുണ്ട്. പരമ്പരാഗത കാട്ടുചെടിയായാണ് അമൃതവള്ളി അറിയപ്പെടുന്നത്. വള്ളിയായി പടർന്നു കയറുന്ന ഈ കാട്ടുചെടി സാധാരണ നിലയിൽ 1 വർഷത്തെ വളർച്ചയെത്തുമ്പോൾ വള്ളി മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഈ കാട്ടുചെടിയെ പൊതുവെ സ്വീകാര്യനാക്കിയത്.